ജോൺ ബ്രിട്ടാസും സുരേഷ് ഗോപിയും കൂടി നമ്മൾ തീർക്കട്ടെ. സുരേഷ് ഗോപി ജോൺ ബ്രിട്ടാസൊക്കെ നമ്മളെ ബാധിക്കുന്ന കേസാണോ? ഇപ്പോഴത്തെ സിനാരിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചർച്ച ആവുന്നത് ഈ വയലൻസ് സിനിമയെ സ്വാധീനിക്കുന്നുണ്ടെന്ന് എനിക്ക് പല രീതിയിലുള്ള ചർച്ചകൾ വരുന്നുണ്ട്. പലരും പറയുന്നത് സ്വാധീനിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നില്ല എന്നുള്ളത്. വയലൻസിനെ കുറ്റം പറഞ്ഞാൽ മാത്രം പോരാ. ഈ ന്യൂസ് സർട്ടിഫിക്കറ്റ് കിട്ടിയ ദാസേട്ടൻ്റെ സൈക്കിള് പോലുള്ള കുടുംബത്തിൻ്റെ രാഷ്ട്രീയം പറയുന്ന സിനിമകൾ വരുമ്പോൾ അത് കുടുംബത്തോടെ വന്ന് കാണുക എന്നുള്ളതുമാണ് ഇതിനുള്ള ഒരു പ്രതിരോധം, ഒരു സാംസ്കാരിക പ്രതിരോധമാണ്. നമ്മൾ വെറുതെ നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നശിച്ചു എന്ന് പറഞ്ഞ് ചെയ്തിട്ട് കാര്യമില്ല. നന്മകൾ കാണുമ്പം അതിനടുത്തേക്ക് ചെല്ലണം, അതിനെടുത്ത് പൊക്കണം. അതൊക്കെ നമ്മളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിലൊന്നാണ്. നിങ്ങളിൽ കൂടെ അതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഇത്തരം സിനിമകൾ എൻ്റെ സിനിമ ആയതുകൊണ്ട് മാത്രം പറയില്ല. കണ്ടപ്പോൾ നിങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ ഞാനീ പറയുന്നത്. ഇല്ല ശരി. അത്തരം സിനിമകളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതും സിനിമകൾ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഒരു സ്വാധീനം ചെലുത്തുന്നു തോന്നുന്നുണ്ടോ? കാരണം ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികളിൽ സിനിമ ഒരുപക്ഷെ നല്ലത് മാത്രം എടുക്കാതെ ഈ ചീത്ത വശങ്ങൾ മാത്രം സ്വാധീനിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ നല്ല വശങ്ങൾ കാണുമ്പോൾ അതിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യണമെന്ന് പറയാൻ കാരണം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും നന്മയിലേക്കുള്ള പോക്കിനുമൊക്കെ ആവശ്യമാണ്. കലാകാരൻ എപ്പോഴും ഒരു സമൂഹത്തെ നയിക്കേണ്ടവനാണ്, രാഷ്ട്രീയക്കാരൻ മാത്രമല്ല. അവന് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, ആ ഉത്തരവാദിത്തം നമ്മൾ നിറവേറ്റും. അതിനുവേണ്ടി പറഞ്ഞു. വയലൻസ് സിനിമയെ മാത്രമല്ല, എന്താണ് പുറത്തുനിന്നുള്ള ലഹരി ഇതിന് കാരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള എന്താണ് അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ നിയമസഭയിൽ, ലഹരിക്കെതിരെ നമുക്ക് ഒന്നിച്ച് പോരാടണം എന്ന്. അപ്പോൾ അതിനുള്ള സപ്പോർട്ട് അദ്ദേഹത്തിന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരാൾ ഒരു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റി വെച്ച് ഒരു സമൂഹം ഒന്നിച്ചിറങ്ങണം. ഇത്തരം വലിയ വിപത്തുകൾക്കെതിരെ വലിയ തോക്കുകളാണ് അതിൻ്റെ പിന്നിലുള്ളത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ രണ്ട് പാക്കറ്റ് പിടിക്കുന്ന ഈ പയ്യന്മാർ മാത്രമല്ല, അത് വിൽക്കാൻ ശ്രമിക്കുന്ന ചെറിയ പയ്യന്മാർ മാത്രമല്ല, അവരുമുണ്ട്. അവർ തൊട്ട് അങ്ങോട്ട് കിടക്കുന്ന വലിയ തോക്കുകളുണ്ട് ഇതിൻ്റെ പിന്നിൽ. അതാണ് നമ്മൾ സിനിമയിൽ കാണുമ്പോൾ ഇങ്ങനെ മ്യൂസിക്കൊക്കെ ഇട്ട് ഇറക്കി കൊണ്ടുവരുന്ന ആൾക്കാരല്ലത്. അത് വേറെ ടൈപ്പാണ്, അതിന് മ്യൂസിക്കേ വേറെയാണ്. അപ്പം അത് തിരിച്ചറിയണമെങ്കിൽ നമ്മളെ ഒന്നിച്ച് പ്രവർത്തിക്കണം. അതാ പറയുന്നത്. 2 ദിവസം മുന്നത്തെ വാർത്ത 4000 പേരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ അതിലൊരാൾ ഒരു സിനിമാ നടനാകുമ്പോൾ അതിൻ്റെ പേര് ഭയങ്കരമായിട്ട് ചർച്ചയാവുന്നു. ഇത്തരം സിനിമകൾ ഇപ്പം ദാസേട്ടൻ്റെ സൈക്കിൾ പോലുള്ള സിനിമകൾ വരുമ്പോൾ അത് സിനിമയെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഈ സിനിമയിൽ കുറേ നല്ല വശങ്ങളെ പ്രൊമോട്ട് ചെയ്യാനുള്ളതിൻ്റെ അർത്ഥം കൂടെ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഇത്തരം സിനിമകൾ വരുമ്പോൾ വന്ന് കാണണം. അല്ലാതെ വയലൻസ് നിറഞ്ഞത് മാത്രം കാണാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും ഇത്തരം സിനിമകൾ വരും. ഏതാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതിനല്ലേ മാർക്കറ്റ് കൂടുക. അപ്പോൾ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്, ഈ പ്രേക്ഷകനൊരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം പ്രേക്ഷകൻ നിറവേറ്റണം. അപ്പോഴാണിത് മറ്റൊരു താനേ ഇല്ലാതെയാക്കും. ഒരുപാട് വേറെ മറ്റു തോട്ടുകളിലേക്ക് ഈ ചിന്തകൾ പോകും. ഈ ചെയ്യുന്ന ആളുകളൊക്കെ അല്ലാത്ത രീതിയിലേക്ക് തിരിഞ്ഞു വരും. അപ്പോൾ അത് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒരു തുടക്കമാണെന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെ ബൂസ്റ്റ് ചെയ്യണം. ഈ ചേട്ടന് സ്വന്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുണ്ട്, സ്വന്തം ഒരു രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ ഈടായിട്ട് നമ്മളെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കുറേ അധികം പലരും പല രീതിയിൽ അഭിപ്രായം പറയുന്നു. ഇപ്പോൾ ഇന്ന് 2 ദിവസം മുന്നേ ജോൺ ബ്രിട്ടാസ് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഡൽഹിയിൽ യാതൊരു വർക്കും ഇല്ല, ഇന്ന് ട്രിവാൻഡ്രത്താണ് ഒന്നും നടക്കുന്ന രീതിയിൽ പല രീതിയിലും അതേപോലെ തന്നെ ജനങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശരിയല്ല എന്നുള്ള രീതിയിൽ പല അഭിപ്രായം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജോൺ ബ്രിട്ടാസും സുരേഷ് ഗോപിയും കൂടി നമ്മൾ തീർക്കട്ടെ. അവർക്ക് നമ്മളുടെ അഭിപ്രായ വ്യത്യാസം നമ്മൾ തീർത്താൽ മതിയല്ലോ, പ്രശ്നം കഴിഞ്ഞല്ലോ. ജനങ്ങൾക്ക് വേറെ എന്തെങ്കിലും പണിയുണ്ട്. ഇപ്പോൾ ദാസേട്ടൻ്റെ സൈക്കിൾ അയാളെ കടം വിട്ടാൽ നടക്കുക, കുറേ പരിപാടികളുണ്ട്. ഇതേപോലെയാണ് ഇവിടെ സാധാരണ ജനങ്ങൾ. ഈ ഇതൊന്നും പറഞ്ഞിരിക്കാൻ അവർക്ക് നേരില്ല. തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യും, നല്ലൊരു ഭരണം കിട്ടണം. അത് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരുപാട് ഒരു ക്രെഡിറ്റ് കാർഡിന് ലോണില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ വന്നിച്ചാൽ നന്നായിരിക്കും. ഒരു വണ്ടിയിൽ അടവില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ വന്നിക്കണം. അപ്പോൾ അത്തരം പ്രശ്നങ്ങളാണ് നമ്മളിതൊക്കെ പറയുന്നത്. സാധാരണക്കാരൻ മനുഷ്യൻ്റെ പ്രശ്നം. നമ്മളിന്നിട്ട് വെറുതെ സുരേഷ് ഗോപി ജോൺ ബ്രിട്ടാസൊക്കെ നമ്മളെ ബാധിക്കുന്ന കേസാണോ? അല്ല, അവർ തിരഞ്ഞെടുത്തു ജനപ്രതിനിധികൾ എന്നുള്ള നിലയ്ക്ക് അവരോട് നമുക്ക് കാര്യങ്ങൾ പറയാം. അവർ തമ്മിൽ നമ്മുടെ വിഷയം നമ്മളേതായ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സിനിമകൾ വരുമ്പോൾ അത് കാണാനുള്ള ഉത്തരവാദിത്തമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്.